നമസ്കാരം പ്രിയരെ, റിയാൻ എക്യുപ്മെന്റ്സിൽ നിന്ന് രഞ്ജിത്ത് രാജനാണ്. കിച്ചൺ കൺസൾട്ടിംഗ്, മാനുഫാക്ചറിംഗ്, സെയിൽസ് ആൻഡ് സർവീസ്. ഇതിന് റിയാൻ പറയുന്നൊരു ഷോർട്ട് ഫോം ഉണ്ട്, D2D, അതായത് ഡ്രെയിനേജ് ടു ഡൈനിങ് വരെ. D2Dയെ കുറിച്ച് ചെറിയൊരു ആമുഖം. ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റിംഗ്സ്, ഫ്ലോർ ഗ്രേറ്റിംഗ്സ്, ആൻറ്റി സ്കിഡ് ഫ്ലോർ ഗ്രേറ്റിംഗ്സ്, അടുത്ത നോർമൽ ആയിട്ടുള്ള ഫ്ലോർ ഗ്രേറ്റിംഗ്സ്. ഇങ്ങനെ ഗ്രേറ്റിംഗ്സിൽ തുടങ്ങി ഡൈനിങ്ങിൽ അവസാനിക്കുന്നു. ഗ്രേറ്റിംഗ്സിന് നേരെ നമ്മുടെ കിച്ചൻ്റെ കുക്കിങ്ങിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് വേണ്ട നൂറായിരക്കണക്കിനുള്ള എക്യുപ്മെന്റ്സ് ഇന്നറിയാം. ഹോട്ടൽ മേഖലയിലുള്ളവർക്ക്, ഷെഫിനായാലും കൺസൾട്ടന്റിനായാലും എല്ലാവർക്കും അറിയാം. പുതുതായി ഹോട്ടൽ തുടങ്ങുന്ന ഒരാൾക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ബ്രോഷറാണ് ഈ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ബ്രോഷറിൽ നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു ആമുഖമാണ്. ഈ 18 വർഷക്കാലം എങ്ങനെയാണ് റിയാൻ എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം ഈ ബ്രോഷർ കൈ കിട്ടിയാൽ വായിച്ച് നോക്കാവുന്നതാണ്. അവിടെ നിന്ന് നേരെ വരുമ്പോൾ നമ്മൾ ഫ്രീസർ ഡിസ്പ്ലേ ഐറ്റംസ് ആണ് ആദ്യത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ അടുത്ത് വരുന്നത് എക്സോ സിസ്റ്റമാണ്. കിച്ചണിലെ ഏറ്റവും അത്യാവശ്യമായി ഇനിയുള്ള കാലങ്ങളിൽ വേണ്ട ഒരു സംഭവമാണ് എക്സോസ്റ്റ് ആൻഡ് ഫ്രഷ് എയർ സിസ്റ്റം, എയർ വെന്റിലേഷൻ സിസ്റ്റം. ഹ്യൂമിഡിറ്റി ഉണ്ടാകാതെ കിച്ചനെ നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് കുക്കിംഗ് ഐറ്റംസ് ആണ്. അത് ഒരു പുതുതായി ഹോട്ടലിൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് ഈ ബ്രോഷർ. അത് സ്റ്റഡി ചെയ്ത് നല്ലൊരു കൺസൾട്ടിങ് എടുത്ത് വേണം തുടങ്ങാനായിട്ട്. അതിനുശേഷം സർവീസ് എക്യുപ്മെന്റ്സ്, ജ്യൂസ് കൗണ്ടർ, വർക്ക് ടേബിൾ, സിങ്ക്, പിന്നെ നമ്മുടെ ട്രോളീസ്, വെജിറ്റബിൾ റാക്സ്, അങ്ങനെ നമുക്ക് ഒരു ബ്രോഷറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ബ്രോഷർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ DTDയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതാണ് ഡ്രെയിനേജ് ടു ഡൈനിങ്.